നിങ്ങൾക്കൊന്നിലധികം ശാസ്ത്രങ്ങളുണ്ടോ? നിങ്ങൾക്കൊരു ഹിന്ദു ശാസ്ത്രവും മുസ്ലിം ശാസ്ത്രവും ക്രൈസ്തവ ശാസ്ത്രവുമുണ്ടോ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒന്നിലധികം മതങ്ങളുണ്ടാവുക? ഒരൊറ്റ സത്യമേയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പല മതങ്ങളുണ്ടാവുക? നോക്കൂ, 15-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ കബീർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കബീർ ഒരിക്കലും പോയിട്ടില്ലാത്ത ഒരു നാട്ടിൽ കബീറിന് 1500 വർഷങ്ങൾക്ക് മുമ്പ് യേശുവും പറഞ്ഞത്. ചൈനയിൽ ലാവോസു പറയുന്നത് യൂറോപ്പിൽ ഹെറാക്ലിറ്റസ് പറയുന്നതിനോട് എത്രമാത്രം സാമ്യമുള്ളതാണ്. ഇതെങ്ങനെ സാധ്യമാണ്? അവർ എങ്ങനെയാണ് ഒരേ കാര്യം പറയുന്നത്? കാരണം മതം ഒന്നാണ്. അതുകൊണ്ടാണ് ഫരീദ് പറയുന്നതും മീര പറയുന്നതും അടിസ്ഥാനപരമായി ഒരേ കാര്യമായിരിക്കുന്നത്. ഫരീദും മീരയും ഒരിക്കലും പരസ്പരം കണ്ടിട്ടില്ല. ഇതെങ്ങനെ സാധ്യമാണ്? ആന്തരിക സത്യം ഒന്നായതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഒന്നിലധികം സത്യങ്ങൾ എന്ന ചോദ്യമേ ഉദിക്കുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ സമാധാനമായും നിശബ്ദമായും ഇരിക്കാൻ കഴിയുന്നത്, അപ്പോൾ നിങ്ങൾ മതവിശ്വാസിയാണ്. താരതമ്യങ്ങളില്ലാതെ, ആധിപത്യമില്ലാതെ, ഭയമില്ലാതെ, ലളിതമായ ആരോഗ്യകരമായ സ്നേഹത്തോടെ നിങ്ങൾക്കൊരാളുമായി ബന്ധപ്പെടാൻ കഴിയുമെങ്കിൽ ഇതാണ് മതം. ആ മതത്തിന്റെ പേര് നിങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. കാരണം മതത്തിന് ഒരു പേരും ഉണ്ടാകാൻ കഴിയില്ല.